ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സെപ്റ്റംബർ 9 എക്സാം വരുന്നത്. സോ നമ്മളെ ക്ലാസ്സൊക്കെ റണ്ണിങ് ആണ്. അപ്പോൾ നമ്മുടെ പോർഷൻസ് നേരത്തെ തീർത്തിട്ട് നമ്മൾ റിവിഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സൈക്കോമെട്രി എത്തിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് സിലബസിൽ 4 മാർക്ക് വരുന്നുണ്ട് സൈക്കോമെട്രിയിൽ നിന്ന്. നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളത് എന്താണ് സൈക്കോമെട്രി, അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടേംസ്, സൈക്കോമെട്രിക് ചാർട്ടിൽ വരുന്ന ടേംസ്, സൈക്കോമെട്രിക് പ്രോസസ്സ്. അപ്പോൾ ഇത്രയും ആണ് 4 മാർക്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് നോക്കാൻ പോകുന്നത് എന്താണ് സൈക്കോമെട്രി, അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ ടേംസ്, MCQ ക്വസ്റ്റ്യൻസ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ എന്താണ് സൈക്കോമെട്രി എന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്റ്റ് എയർ ആൻഡ് ഇറ്റ്സ് ബിഹേവിയർ അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. എന്താണ് ഒരു മോയിസ്റ്റ് എയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? മോയിസ്റ്റ് എയർ എന്ന് വെച്ചാൽ ഡ്രൈ എയർ പ്ലസ് വാട്ടർ വേപ്പർ മിക്സ്ചർ അല്ലേ. ഡ്രൈ എയറിൻ്റെയും വാട്ടർ വേപ്പറിൻ്റെയും ആ ഒരു മിക്സ്ചറിനെ നമ്മൾ മോയിസ്റ്റ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ എയർ എപ്പോഴും മോയിസ്റ്റ് എയർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഡ്രൈ എയറും വാട്ടർ വേപ്പറും കൂടെ ചേർന്ന്, ആ മിക്സ്ചറും കൂടെ ചേർന്നാണ് നമ്മുടെ മോയിസ്റ്റ് എയർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിഹേവിയറിനെയാണ് നമ്മൾ സൈക്രോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രൈ എയർ പ്ലസ് വാട്ടർ വേപ്പറാണ് മോയിസ്ചർ എയർ. അപ്പോൾ ഈ മോയിസ്ചർ, ഈ ഡ്രൈ എയറും വാട്ടർ വേപ്പറും അതിൻ്റെ മിക്സ്ചറും കൊണ്ട് ചേർന്നാണ് മോയിസ്ചർ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിഹേവിയറിനെയാണ് നമ്മൾ സൈക്രോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുമാത്രം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ, അതായത് മോയിസ്ചർ എയറിനുള്ളിൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ നമ്മുടെ ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്ങിലേക്കുള്ള ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ ഡ്രൈ എയർ. ഡ്രൈ എയർ എന്ന് വെച്ചാൽ അതിനകത്ത് എന്തില്ല, വിച്ച് കണ്ടെയ്ൻസ് നോ വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ഇല്ലാത്ത എയറിനെയാണ് നമ്മൾ ഡ്രൈ എയർ എന്ന് പറയുന്നത്. അത് എന്തിൻ്റെയൊക്കെ മിക്സ്ചർ ആയിരിക്കും? ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ആർഗൺ, ഹീലിയം, ഓക്കെ, നിയോൺ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു മിക്സ്ചർ ആയിരിക്കും. പിന്നെ ഏറ്റവും മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് ഓക്സിജനും നൈട്രജനും ആയിരിക്കും. ഓക്കെ, കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഓളോമെട്രിക് കമ്പോസിഷൻ 79% ഓക്സിജനും 21% നൈട്രജനും ആയിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, ഡ്രൈ എയർ എന്ന് പറയുമ്പം വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ഇല്ലാത്ത എയറിനെയാണ് നമ്മൾ ഡ്രൈ എയർ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത് വരുന്ന ഒരു ടേംസ് ആണ് മോയിസ്റ്റ് എയർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ പ്ലസ് വാട്ടർ വേപ്പർ. ഓക്കെ, സാധാരണയായിട്ടുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ ആണ് നമ്മൾ മോയിസ്റ്റർ എയർ എന്ന് പറയുന്നത്, ഓർഡിനറി അറ്റ്മോസ്ഫിയറിക് എയർ. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് സാച്ചുറേറ്റഡ് എയർ. സാച്ചുറേറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയർ വിച്ച് കണ്ടെയ്ൻ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ വിച്ച് എയർ ക്യാൻ ഹോൾഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഒരു സ്പേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള എയർ എത്രമാത്രം വാട്ടർ വേപ്പറിനെ താങ്ങി നിർത്താൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം എത്രമാത്രം അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് അതിന് പറ്റില്ല. അപ്പോൾ അത്രയും ഒരു ലിമിറ്റ് വരെ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പറിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എയറിനെയാണ്, ആ ഒരു ടൈം, അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ വിച്ച് എയർ ക്യാൻ ഹോൾഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ നമ്മുടെ മോയിസ്ചർ എയറിൽ എത്രമാത്രം വാട്ടർ വേപ്പർ നമുക്ക് ആഡ് ചെയ്തോ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എത്തി കഴിയുമ്പോൾ എന്ത് പറ്റും? അത് സാച്ചുറേറ്റഡ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് എത്തുന്ന ആ സമയത്തിനുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ പ്രഷറിന്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ എയറിൽ കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ദാറ്റ് ക്യാൻ ബി പ്രസൻറ്റ് ഇൻ ദ എയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് എയർ. മനസ്സിലായല്ലോ, സാച്ചുറേറ്റഡ് എയർ എന്ന് വെച്ചാൽ എയർ വിച്ച് കണ്ടെയ്ൻ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ വിച്ച് എയർ ക്യാൻ ഹോൾഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അടുത്ത് വരുന്നതാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ. അത് റേഷ്യോ ആണ്, മാസ് ഓഫ് വാട്ടർ വേപ്പർ ടു ദ മാസ് ഓഫ് ഡ്രൈ എയറിൻ്റെ റേഷ്യോനെയാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. MCQ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്തായിരിക്കും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? അതിന് മുന്നേ എന്തായിരിക്കും ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ അതർ എലമെൻറ്റ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതിന് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പെർസെൻറ്റേജിലാണ് പറയുന്നത്. റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോളിയം ഓഫ് മോയിസ്റ്റ് എയർ അറ്റ് എ ഗിവൺ വോളിയം ഓഫ് മോയിസ്റ്റ് എയർ, രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് തന്നു കേട്ടോ. given volume of moist air at a given temperature to the mass of water vapor contained in the same volume of moisture air at the same temperature when the air is saturated. അതായത് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ് പറയുന്നത്? ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇപ്പോൾ ഒരു സ്പേസ് ഉള്ള എയറിൽ മോയ്സ്ചർ എയർ നമുക്കറിയാം. സോ അവിടെ എന്തുണ്ട്? മോയ്സ്ചർ എയർ ആകുമ്പോൾ ഒരു വാട്ടർ വേപ്പർ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ എന്തുമാത്രം ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോളിയം, അതുപോലെ തന്നെ അതേ ഗിവൺ വോളിയത്തിൽ തന്നെ എത്രമാത്രം മോയ്സ്ചർ എയറിൻ്റെ വാട്ടർ വേപ്പറിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും.
അപ്പോഴാണ് അത് സാച്ചുറേറ്റ് ആകുന്നത് അല്ലേ. സാച്ചുറേറ്റ് ആകുന്നത് വരെയുള്ള ആ ലെവലിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോളിയം ഓഫ് മോയ്സ്ചർ എയർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ കണ്ടെയ്ൻഡ് ഇൻ ദ സെയിം വോളിയം ഓഫ് മോയ്സ്ചർ എയർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ വെൻ ദ എയർ ഈസ് സാച്ചുറേറ്റഡ്. ഒരു സ്പേസിലുള്ള എയർ മോയ്സ്ചർ എയറിനെസ് അവിടെ എന്തുമാത്രം വാട്ടർ വേപ്പർ കണ്ടൻറ് ഉണ്ട്, ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോളിയം ആൻഡ് അതേ ഗിവൺ വോളിയത്തിൽ തന്നെ എത്രമാത്രം മോയ്സ്ചർ എയറിനെ വാട്ടർ വേപ്പറിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, അപ്പോഴാണ് സാച്ചുറേറ്റഡ് ആകുന്നത്. ആ സാച്ചുറേറ്റഡ് ആകുന്ന വരെയുള്ള ലെവലുള്ള റേഷ്യോ അതിനെ നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഓഫ് എയർ മെഷർഡ് ബൈ ഓർഡിനറി തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലേ, നമ്മൾ സൈക്കോമെട്രിയിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ സാധാ ഓർഡിനറി തെർമോമീറ്റർ വെച്ചാണ് ചെയ്യുന്നത്. ഓർഡിനറി തെർമോമീറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മെർക്കുറിയാണ് അല്ലേ, മെർക്കുറി കണ്ടെയ്ൻ ചെയ്യുന്ന തെർമോമീറ്ററാണ്. താഴെയായിട്ട് ഒരു ചെറിയൊരു ബൾബ് പോർഷൻ കാണാം. ആ ബൾബ് പോർഷന് ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് അതിന് ചുറ്റും ഒരു പ്രോസസ്സും നടക്കാതെ സാധാരണ രീതിയിൽ തന്നെ എന്താണ് അറ്റ്മോസ്ഫിയർ വയ്ക്കുകയാണ്. അപ്പോൾ എയർ പാസ് ചെയ്യുമ്പോൾ ദാറ്റ് ഹീറ്റാണ് മെർക്കുറി അറ്റൈൻ ചെയ്ത് അതിൽ നമുക്ക് നോട്ട് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, സാധാരണ രീതിയിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്തായിരിക്കും? ടെമ്പറേച്ചർ റെക്കോർഡ് ബൈ എ തെർമോമീറ്റർ വെൻ ഇറ്റ്സ് ബൾബ് ഈസ് കവേർഡ് ബൈ എ വെറ്റ് ക്ലോത്ത് ആൻഡ് എക്സ്പോസ് ടു മൂവിങ് എയർ. അതായത് ഒരു ഓർഡിനറി തെർമോമീറ്ററിൽ നമ്മൾ ബൾബിൽ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയർ വെച്ച് നോക്കണം. അപ്പോൾ എന്ത് പറ്റും? എയർ പാസ് ചെയ്യുമ്പം ഈ വെറ്റ് ക്ലോത്തിൽ നിന്നുള്ള ഹീറ്റിനെ എയർ അബ്സോർവ് ചെയ്യുകയാണ്. ആ സമയത്തുള്ള ആ ടൈമിലുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ വെറ്റ് ബൾബ് എന്ന് പറയുന്നത്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ റെക്കോർഡ് ബൈ തെർമോമീറ്റർ വെൻ ഇറ്റ്സ് ബൾബ് ഈസ് കവേർഡ് ബൈ എ വെറ്റ് ക്ലോത്ത് ആൻഡ് എക്സ്പോസ് ടു മൂവിങ് എയർ, അങ്ങനെ നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെയും ഡിഫറൻസിനെയാണ് നമ്മൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് MCQ ചോദിച്ചിട്ടുണ്ട്. ആ രണ്ട് ഡിഫറൻസിനെയാണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹൈ ആണെങ്കിൽ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ ഫ്രം ദി വെറ്റ് ക്ലോത്ത് കുറവായിരിക്കും, ഹെൻസ് വെറ്റ് ബൾബ് ഡിപ്രഷൻ കുറവായിരിക്കും. എയർ ഈസ് ഡ്രൈ സാച്ചുറേറ്റഡ് മീൻസ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും വെറ്റ് ബൾബ് തെർമോമീറ്ററും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് സ്ലിംഗ് സൈക്രോമീറ്റർ. അതൊരു ഡിവൈസാണ്. ഡ്രൈ ബൾബും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്ലിംഗ് സൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അവിടെ രണ്ടും കാണിച്ചിട്ടുണ്ട്. വെറ്റ് ബൾബും ഉണ്ട്, തന്നെ ഒരു ക്ലോത്ത് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഡ്രൈ ബൾബ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സ്ലിംഗ് സൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന സൈക്രോമെട്രിക് ചാർട്ട് നിങ്ങളുടെ സിലബസിൽ വരുന്നതാണ്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് മോയ്സ്ചർ എയർ, അറ്റ്മോസ്ഫിയർ എയറിൻ്റെ ഓരോ നേച്ചറും വെച്ചിട്ട് സെർട്ടൺ വാല്യൂസ് വെച്ചിട്ട് പല കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് മോയ്സ്ചർ എയറിൻ്റെ പല കണ്ടീഷനിലുള്ള പല വാല്യൂസ് നമുക്ക് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ഗ്രാഫ് നോക്കൂ. ഇതിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കണ്ടോ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. റൈറ്റ് സൈഡിൽ അപ്പർ ആരോ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സെൻറ്ററിൽ വെച്ചുണ്ടോ, നമ്മൾ സെൻറ്ററിൽ വെച്ച് ഡിവൈഡ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഹീറ്റിങ്ങും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂളിംഗ് പ്രോസസ്സും കാണാം. പിന്നെ ഒരു കേർവ്ഡ് ലൈൻ, സാച്ചുറേറ്റഡ് ലൈനിൻ്റെ സാച്ചുറേഷൻ ലൈനിൻ്റെ ഒരു കേർവ്ഡ് ലൈനുണ്ട്. EOF കണ്ടോ, ഈ ഒരു ലൈൻ ഉണ്ടോ, EOF. ഈ ഒരു ലൈനിൻ്റെ സെൻറ്ററിൽ കൂടെ കേർവ് പോകുന്നത് അതെന്താണ്, നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനിന്, നമ്മുടെ സാച്ചുറേറ്റഡ് ലൈനിന് പാരലായിട്ടാണ് പോകുന്നത്. ഓക്കെ, പിന്നെ ഒരു വെർട്ടിക്കൽ ലൈനുണ്ട്. അത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈനാണെങ്കിൽ നമ്മൾ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ലൈന്. ഗ്രാഫിന് ഡയഗണലായിട്ട് വരുന്നത് അത് നമ്മൾ സ്പെസിഫിക് വോളിയം, അതുപോലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോസസ്സും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോ പ്രോസസ്സ്, ഓരോ ലൈനിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ലൈനും നമുക്ക് ഓരോ നെയിം കിട്ടും. കണ്ടോ, ഫസ്റ്റ് വണ്ണ് നമുക്ക് എന്താണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനുണ്ട്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻ, ഡ്യൂ പോയിൻറ്റ്, വെറ്റ് പോയിൻറ്റ്, സ്പെസിഫിക് വോളിയം. ഓരോന്നും ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരോ ലൈൻ കിട്ടും. ഓക്കെ, ഹലോ, സെൻസിബിൾ കൂളിംഗ് ഹീറ്റ്. ഇനി നമ്മളതിൻ്റെ പ്രോസസ്സാണ് നോക്കാൻ പോകുന്നത്. ഓരോ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സെൻസിബിൾ ഹീറ്റിംഗ്. സെൻസിബിൾ ഹീറ്റിംഗ് നമ്മൾ C കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഓഫ് എയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, സോ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ ഇൻക്രീസസ് ആസ് ഇറ്റ് ഫ്ലോസ് ഓവർ എ ഹീറ്റിംഗ് കോയിൽ. അതായത് നമുക്ക് ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതായത് സാധാരണ ഓർഡിനറി തെർമോമീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ, അപ്പോൾ ആ എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. എങ്ങനെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് നമ്മൾ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ആഡ് ചെയ്യാതെ
ദാറ്റ് ഈസ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇറ്റ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ആഡ് ചെയ്യാതെ നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റ് കൊടുക്കാതെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. എങ്ങനെ? ബൈ യൂസിങ് ഒരു ഹീറ്റിംഗ് കോയിൽ യൂസ് ചെയ്ത് അത് നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഒരു കോയിൽ ഉപയോഗിച്ച് ആ എയറിൻ്റെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുകയും അറ്റ് ദ സെയിം ടൈം മോയ്സ്ചർ കണ്ടൻറ്റ് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. അതിന് നമ്മൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് സെൻസിബിൾ കൂളിംഗ്. അപ്പോൾ നേരത്തെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതായത് നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നേരത്തെ നമുക്ക് കൂട്ടണമായിരുന്നു. ഇവിടെ സെൻസിബിൾ കൂളിംഗ് ആകുമ്പോൾ എന്ത് പറ്റും, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറയ്ക്കണം. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അതായത് ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ, അതിനൊരു മാറ്റവും വരാനും പാടില്ല. ഓക്കെ, അതിന് നമ്മളൊരു ചേഞ്ച് വരാതെ എങ്ങനെ ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെ കുറയ്ക്കാം ബൈ യൂസിങ്, ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, ഒരു കൂളിംഗ് കോയിൽ. ഓക്കെ, ഒരു കൂളിംഗ് കോയിൽ വെച്ച് അവിടുത്തെ അറ്റ്മോസ്ഫിയറിലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയിൽ ചേഞ്ച് ഒന്നും വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിന് സെൻസിബിൾ കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമിഡിഫിക്കേഷനും അതുപോലെ തന്നെ ഡീഹ്യൂമിഡിഫിക്കേഷനും. ഹ്യൂമിഡിഫിക്കേഷൻ ആണെങ്കിൽ ഹീറ്റിംഗ്, ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണെങ്കിൽ കൂളിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് നോക്കാം. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഹ്യൂമിഡിഫിക്കേഷനിൽ നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്ക് കൂട്ടണം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം, ഹ്യൂമിഡിഫിക്കേഷനിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂട്ടണം. അതായത് നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഒന്നും വരാതെ ഓക്കെ നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂട്ടണം. ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് യൂസ് ചെയ്യുന്നത്, ബൈ യൂസിങ് എ ഹ്യൂമിഡിഫയർ. ഒരു ഹ്യൂമിഡിഫയർ യൂസ് ചെയ്താണ് ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നത്. ഹ്യൂമിഡിഫയർ ഓക്കെ, അതായത് നമ്മുടെ എയറിലേക്ക് വാട്ടർ വേപ്പറിനെ എന്ത് ചെയ്യും, സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടും. ദാറ്റ് ഈസ് ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ കണ്ടൻറ്റ് കൂടും, ബട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് ചേഞ്ച് ആവില്ല ബൈ യൂസിങ് ഹ്യൂമിഡിഫയർ. അതുപോലെ തന്നെ ഡീഹ്യൂമിഡിഫയറും എന്താണ്, അതിന് നേരെ ഓപ്പോസിറ്റ്. ഡീഹ്യൂമിഡിഫയറിൻ്റെ അതായത് നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇവിടെ എന്ത് ചെയ്യണം, കൂടുക. അതായത് ഡീഹ്യൂമിഡിഫിക്കേഷൻ, നമ്മൾ ഹ്യൂമിഡിഫിക്കേഷനിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂട്ടി. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ത് ചെയ്യണം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയ്ക്കണം വിത്തൗട്ട് ചേഞ്ചിങ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു ഡീഹ്യൂമിഡിഫയർ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെയുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റിനെ അബ്സോർബ് ചെയ്ത് എടുക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് വരുന്നത് അതാണ് ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷനും. ഇനി ഹീറ്റിംഗ് വിത്ത് ഹ്യൂമിഡിഫിക്കേഷനും ഉണ്ട്, കൂളിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷനും ഉണ്ട്. ഹീറ്റിംഗ് എന്ന് പറയുമ്പം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂട്ടണം, പക്ഷേ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിലിക്ക ജെല്ല്. എന്താ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് സിലിക്ക ജെല്ല് ഇട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ എന്ത് ഈ വാട്ടർ വേപ്പർ കണ്ടൻറ്റിനെ അബ്സോർബ് ചെയ്യും, സിലിക്ക ജെല്ല് അല്ലെങ്കിൽ അലുമിനിയം. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂട്ടണം, പക്ഷേ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് കുറയ്ക്കണം ബൈ യൂസിങ് സിലിക്ക ജെല്ല. ഇനി അടുത്ത് കൂളിംഗ് ആണെങ്കിലോ എങ്ങനെ വരും, അവിടെ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കണം. അതായത് എന്തോ അത്ര എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ കുറയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ്, വാട്ടർ വേപ്പർ കണ്ടൻറ്റ് കൂട്ടുക. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്തൊരു കോൾഡ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറയ്ക്കാനും അതോടൊപ്പം തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂട്ടാനും സാധിക്കും. ഓക്കെ, അതാണ് നമ്മുടെ കൂളിംഗ് വിത്ത് ഹ്യൂമിഡിഫിക്കേഷൻ. ഓക്കെ, പിന്നെ വരുന്നൊരു ടേം, ലാസ്റ്റ് വരുന്ന ടേമാണ് കൂളിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഇവിടെ നമ്മൾ എന്താണ് കൂൾ ചെയ്യണം, അതായത് ടെമ്പറേച്ചർ കുറയ്ക്കണം അല്ലേ. കൂൾ ചെയ്യാൻ ടെമ്പറേച്ചർ കുറയ്ക്കുകയും വേണം, അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റ് എടുത്ത് മാറ്റുകയും വേണം. ബൈ യൂസിങ് ഇവിടെ ഒരു കൂളിംഗ് കോയിൽ യൂസ് ചെയ്ത് നമുക്കൊരു ലോ ടെമ്പറേച്ചർ കൊടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അത്രയും പ്രോസസ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കാം. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്ത് MCQ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കുറേ MCQ ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏകദേശം ഒരു 25 MCQ ക്വസ്റ്റ്യൻസ് ഈ ഒരു പ്രോസസ്സിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള MCQ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എക്സാമിന് എന്തായാലും 4 മാർക്ക് നമ്മൾ പറയുന്ന MCQ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്താ നമ്മൾ സൈക്കോമെട്രി, അതിൽ വരുന്ന കുറച്ച് ടേംസ് പഠിച്ചു. പിന്നെ വരുന്ന പ്രോസസ്സ്, സെൻസിബിൾ ഹീറ്റിംഗ്, അങ്ങനത്തെ കുറച്ച് ഹ്യൂമിഡിഫിക്കേഷൻ, അതുപോലെ തന്നെ സെൻസിബിൾ കൂളിംഗ്, ഹീറ്റിംഗ് വിത്ത് ഹ്യൂമിഡിഫിക്കേഷൻ, ഹീറ്റിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഫോർമുലാസ് ചിലപ്പം സംടൈംസ് പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ അതൊരു PDF അയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.